അസ്സലാമലൈക്കും. ഇത് ഉംറ സീരീസിൻ്റെ തുടർച്ചയാണ്. ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമുള്ള ഒരു അമലാണല്ലോ ഉംറ. ഉംറയുടെ ഫർളുകളിൽ ഒന്നായ ഇഹ്റാം ചെയ്യൽ. അതാത് മീഖാത്തിൽ വെച്ചിട്ടാണ് ഇഹ്റാം ചെയ്യൽ. ഇഹ്റാമിന് ശേഷം ഹറാമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീ പുരുഷന്മാർ ഇനി പറയുന്ന കാര്യങ്ങൾ നിഷിദ്ധമാണ്. മുടിയെടുക്കുക, നഖം മുറിക്കുക, സുഗന്ധദ്രവ്യം ഉപയോഗിക്കുക, ഇവയൊക്കെ ഹറാമാണ്. പുരുഷന്മാർ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടുള്ളതല്ല. സ്ത്രീകൾ മുഖം മുൻകൈ മറക്കാൻ പാടുള്ളതല്ല. തലയിലും താടിയിലും എണ്ണ തേക്കാൻ പാടില്ല. നഖം, മുടി എന്നിവ നീക്കം ചെയ്യാൻ പാടില്ല. വിവാഹം ചെയ്യാൻ പാടില്ല. സംഭോഗം, വിവാഹം, വിവാഹാലോചന, വികാരത്തോടു കൂടി ഭാര്യഭർത്തൃ സ്പർശം എന്നിവ പാടുള്ളതല്ല. വേട്ടമൃഗങ്ങളെ പിടിക്കുകയോ പിടിക്കാൻ സഹായിക്കുകയോ ചെയ്യാൻ പാടില്ല. തെറ്റായ വാക്കും പ്രവൃത്തിയും അനാവശ്യമായ തർക്കങ്ങളും പാടുള്ളതല്ല. ഇഹ്റാമിൽ പ്രവേശിച്ച പുരുഷന് ശരീരത്തിൻ്റെ ഒന്നായിട്ടുള്ള ആകൃതിയിലോ അവയവങ്ങളുടെ ആകൃതിയിലോ തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കൽ ഹറാമാണ്. അതായത് ഷർട്ട്, ബനിയൻ, അണ്ടർവെയർ, പൈജാമ, സോക്സ് എന്നിവയൊന്നും ധരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ ബെൽറ്റ്, ചരട്, വാച്ച്, കണ്ണട, മോതിരം ഇവയൊക്കെ ധരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൊപ്പി, മുണ്ട്, തലപ്പാവ്, ടവൽ തുടങ്ങിയവ തലയോട് ചേർത്ത് നിൽക്കുന്ന വസ്തുക്കൾ കൊണ്ട് തല മറക്കുന്നതും ഹറാമാണ്. അതുപോലെ കുട ഉപയോഗിക്കുക, ടെൻറ്റിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ തണലിൽ ഇരിക്കുക, അവയ്ക്കൊന്നും വിരോധമില്ല. ആവശ്യമെങ്കിൽ സാധനങ്ങൾ തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നതിനും വിരോധമില്ല. സ്ത്രീകൾ അതുപോലെ തന്നെ കയ്യുറ ധരിക്കാനോ മുഖം മൂടുന്ന ബുർഖ ധരിക്കാനോ പാടുള്ളതല്ല. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുകയും ചെയ്യുക.